ഇന്നത്തേത് ഒരു മൂക്കുത്തി കഥയാണ്. അതെ, എന്റെ അമ്മയ്ക്ക് അഥവാ ഞങ്ങളുടെ പപ്പാമ്മയ്ക്ക് ഒരു മൂക്കുത്തി മേടിക്കാൻ പോയ കഥ. ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചിന്നു ഇല്ലാതെ 2 ദിവസത്തേക്ക് തിരുവനന്തപുരത്തേക്ക് വന്ന ഞാൻ രാവിലെ എഴുന്നേറ്റത് അമ്മയുടെ തയ്യൽ മെഷീന്റെ സൗണ്ട് കേട്ടിട്ടാണ്. കുട്ടിക്കാലത്ത് എത്ര തവണ സഹായത്തിന് വിളിച്ചാലും തയ്യൽ മെഷീന്റെ അടുത്തേക്ക് പോലും പോകാത്ത ഞാൻ ഒരു മാറ്റം നല്ലതല്ലേ എന്ന് കരുതി ഇത്തവണ അമ്മയോടൊപ്പം തയ്ക്കാൻ കൂടി. യന്ത്രങ്ങളുടെ പോളിടെക്നിക് ഒന്നും വശമില്ലാത്തത് കൊണ്ട് തന്നെ മെഷീന്റെ സൂചിയിൽ നൂല് കോർത്തു കൊടുക്കാമെന്നായിരുന്നു എന്റെ ഉദ്ദേശം. ഒരു 1.5 പോരാട്ടത്തിനൊടുവിൽ സംഗതി ഞാൻ ഒപ്പിച്ചെടുത്തു. അങ്ങനെ അമ്മയുടെ തയ്യൽ പണിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചായയുമായി ടെറസിലേക്ക് തിരിച്ചു. ഒരു മാറ്റം നല്ലതാണെന്നുള്ള വിശ്വാസത്തിൽ ഈ മാസം അമ്മമാരുമൊത്ത് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ആകാംക്ഷഭരിതമായ ചർച്ചകൾക്കിടയിലാണ് അമ്മ തന്റെ മൂക്കുത്തിയുടെ ലൂസായി പോയ ആണി ചൂണ്ടിക്കാണിച്ച് പുതിയതൊരെണ്ണം വാങ്ങണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. അമ്മയുടെ പഴയ മൂക്കുത്തി ചെവിയിൽ കമ്മലായി ഇട്ടുകൊണ്ട് നടക്കുന്ന എനിക്ക് അമ്മയുടെ ആ ആവശ്യത്തിന് നോ പറയാൻ സാധിക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒട്ടും വെച്ച് താമസിപ്പിക്കാതെ അമ്മയും കൂട്ടി പുതിയതൊരെണ്ണം മേടിക്കാൻ ഇറങ്ങി. വണ്ടിയിൽ കയറിയതും അമ്മയ്ക്ക് ഞാൻ എന്റെ പുതിയ സൺഗ്ലാസ് പരിചയപ്പെടുത്തി കൊടുത്തു. കണ്ണാടിയിലൂടെ പാട്ട് കേൾക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റുമെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടിയുടെ ആകാംക്ഷയായിരുന്നു അമ്മയുടെ മുഖത്ത്. ഞങ്ങളുടെ മൂക്കുത്തി തേടിയുള്ള യാത്ര ചെന്ന് അവസാനിച്ചത് 1 വർഷം മുന്നേ ചിന്നുവിന്റെ കഴുത്തിലിടാൻ താലി മേടിച്ച് റീഗൽ ജുവലേഴ്സിലേക്കാണ്. എത്തിയ പാടെ തന്നെ അമ്മ നേരെ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എന്നെ പോലും കാത്തു നിൽക്കാതെ നടന്നു കയറി. നിമിഷ നേരങ്ങൾക്കുള്ളിൽ മൂക്കുത്തികളുടെ ഒരു ലോഡ് കളക്ഷനുകളും ഇങ്ങെത്തി. അമ്മയായാലും പെങ്ങളായാലും ഭാര്യയായാലും പെണ്ണുങ്ങൾക്ക് സ്വർണത്തിനോടുള്ള ഒരു പ്രത്യേക ഇഷ്ടത്തിനെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്രയും കളക്ഷൻ ഒരുമിച്ച് കണ്ടപ്പോൾ അമ്മ ആകെപ്പാടെ ആശയക്കുഴപ്പത്തിലായി എന്ന് തന്നെ പറയാം. ഒടുവിൽ ഞാൻ കളത്തിലേക്ക് ഇറങ്ങി. ഞാൻ തിരഞ്ഞെടുത്തത് തന്നെ അമ്മ ഓക്കെ അടിച്ചു. അതൊന്ന് ഇട്ടുകൂടെ നോക്കിയപ്പോൾ കക്ഷി ഡബിൾ ഹാപ്പി. വന്ന കാര്യം കഴിഞ്ഞ സ്ഥിതിക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചപ്പോൾ അതാ വരുന്നു പപ്പാമ്മയുടെ അടുത്ത ആഗ്രഹം. എന്തായാലും വന്നതല്ലേ, എന്നാൽ പിന്നെ ഒരു മോതിരം കൂടെ നോക്കാമെന്ന്. കൂട്ടത്തിൽ അഭിമാനിയായ പത്മകുമാരിയുടെ ഇതിന്റെ പൈസ ഞാൻ കൊടുത്തോളാം എന്ന ഡയലോഗ് വേറെയും. നേരത്തെ ഞാൻ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് സ്വർണത്തിനോടുള്ള ആ പ്രത്യേക ഇഷ്ടം ഇപ്പൊ ശരിയായില്ലേ. അങ്ങനെ മോതിരവും സെലക്ട് ചെയ്ത് ഇനി ഒരുപാട് നേരം അമ്മയെ ഇവിടെ നിർത്തിയാൽ ശരിയാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ബില്ലിംഗ് പരിപാടികൾക്കായി തിരിച്ചു. അങ്ങനെ ബില്ലിംഗും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് അമ്മ ആ കാഴ്ച കാണുന്നത്. അമ്മയുടെ എക്കാലത്തെയും ഇഷ്ട നടിയായ മഞ്ജു വാര്യർ റീഗലിലേക്ക് എത്തിയ ആ കാഴ്ച. മൂക്കുത്തിയും ഇഷ്ടപ്പെട്ട നടിയും മോതിരവും എല്ലാം ഒരുമിച്ച് കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. കൂട്ടത്തിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് മറ്റൊന്നായിരുന്നു. ഈ കഥയുടെ തുടക്കം മുതലേ ഞാൻ പറഞ്ഞതുപോലെ മഞ്ജു ചേച്ചി റീഗലിന് വേണ്ടി പറയുന്ന ആ വാചകം, ഒരു മാറ്റം, അത് നല്ലതല്ലേ. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങിയതും മഴ എങ്ങെത്തി. എന്നാൽ പിന്നെ നമ്മുടെ സ്വന്തം ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി നല്ല ചൂട് കോഫിയും കട്ട്ലറ്റും കഴിക്കാമെന്നായി ഞാൻ. അമ്മയും സമ്മതം മൂളി. പറയേണ്ട താമസം കട്ട്ലറ്റും കോഫിയും ഇങ്ങെത്തി. നിമിഷ നേരം കൊണ്ട് ഞങ്ങൾ അതും അകത്താക്കി അമ്മയോടൊപ്പം കുറച്ചധികം കത്തിയും അടിച്ച് തിരികെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.